ഹലോ ഹലോ. ബാബുച്ചി, എന്തോയി? എവിടെയാണ്? ഞാനിവിടെ ഉണ്ടല്ലോ. 2 ദിവസമായല്ലോ കണ്ടിട്ട്. ആ, എന്നെ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? പിന്നെ അന്നെ ഓർക്കാണ്ട് പിന്നെ ആരും ഓർക്കണേ? 2 ദിവസമായി വിളിച്ചിട്ടേ. കുറച്ച് തിരക്കിലായിപ്പോയി, പുറത്തൊക്കെ പോയി. 2-3 ദിവസമായി ഇത്തിരി തിരക്ക് കൂടിയിട്ട്. അല്ല, അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല ബാബുച്ചി, അപ്പോൾ കുറച്ച് തിരക്കാവില്ലേ? അതെനിക്കറിയാം. ഈ വരവും പറഞ്ഞിട്ടേ 2 ആഴ്ചയായി ഇപ്പൊ തിരക്ക് പിടിക്കണം. ഈ തന്ന ലിസ്റ്റ് എത്രത്തോളം ഇല്ലേ? പിന്നെ അതെല്ലാം വാങ്ങിക്കണ്ടേ? എന്നാലേ നിങ്ങളതൊന്ന് മേടിക്കാൻ നിങ്ങൾ വാ. അല്ല വെച്ച് ബാങ്കിലൊരു ലോണ് നോയിക്കോട്ടോ ഈ. എന്തിനാ? അല്ല, ഇത്രയും സാധനം വാങ്ങിക്കൊണ്ട് വരുമ്പോൾ എന്തായാലും ഞാൻ കടാവുമല്ലോ. അപ്പം അത് ബാങ്കിൽ നിന്ന് വാങ്ങിയാലേ കടം തീർക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാലേ ഒന്നും വാങ്ങണ്ട, നിങ്ങൾ പോരെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പം അതെല്ലാം കഴിഞ്ഞു, വാങ്ങി. ഇനി എന്തെന്നാ? എന്താ ഇനി ഒന്നും പറയല്ലേ? ഇനിയൊന്നും പറയില്ല, ഞാൻ പോകാനേ പറയത്തുള്ളൂ. അന്ന് കഴിഞ്ഞാൽ പോകാനുള്ള തിരക്കായി. ആയിക്കോട്ടെ. എവിടേക്ക് പോവാൻ? എവിടെ? തിരിച്ചു പോകാനല്ലേ? തിരിച്ചു പോകാനല്ല, നമുക്ക് പോവാൻ കറങ്ങാൻ. എവിടെ? അതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നിന്റെ കൂടെ വന്നാൽ മതി. ആയിക്കോട്ടെ. സാറ് പറയണ കണക്ക്. നിങ്ങളെന്താ വിചാരിച്ച നിങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടിട്ടാണോ? ഞാൻ കരുതി. ഞാൻ വിടത്തില്ലേ. അതല്ലടോ, 2-3 ദിവസം വിളിക്കാണ്ട് ഇരുന്നിട്ട് ഒന്നും തോന്നിയൊന്നുമില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അതുകൊണ്ടായിരിക്കും 42 മിസ് കോൾ. വെരി നൈസ്. ഞാൻ ശരിക്കും കണ്ടിട്ടില്ല, ഫോൺ എവിടേക്കോ വെച്ചിരുന്നു. എനിക്ക് ദേഷ്യം പിടിച്ചു. അതിനുള്ളത് അത് ഞാൻ കണ്ടു കിട്ടിയത്. എന്തായാലും ഈ സമയത്ത് ആയതുകൊണ്ട് ഞാനൊന്നും പറയത്തില്ല. വരാൻ നിൽക്കല്ല, അതുകൊണ്ട് ഫോണൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും പറയണേ, അല്ലെങ്കിൽ നല്ല പറഞ്ഞേ. അതുകൊണ്ടല്ലേ ഞാൻ ഒരു സ്മൈൽ അയച്ചത്. എനിക്ക് ആ മെസ്സേജ് കണ്ടപ്പോൾ ആദ്യം ചെറിയ ദേഷ്യമൊക്കെ വന്നെങ്കിലും ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോൾ പൊട്ടിക്കട്ടെ, കാര്യമില്ല, ഓൾക്കുള്ളതല്ലേ വാങ്ങി വെച്ചിരിക്കുന്നത് ഇത്രയും. അതുകൊണ്ട് പിന്നെ മേടിക്കണ്ട. എൻ്റെ പരിപാടി എന്തായിരുന്നുണ്ടോ 2 ദിവസത്തെ? ഒന്നും പറഞ്ഞില്ലേ, ഒന്നും കേൾക്കാനും പറ്റില്ല. എന്ത് പരിപാടി? സ്ഥിരം പരിപാടി എന്നാ നമുക്ക്. എന്ത് പരിപാടി? ഉറക്കം. നേരത്തെ എണീക്കണം, നേരത്തെ കിടന്ന് ഉറങ്ങണം, ഇവിടുത്തെ വീട്ടിലത്തെ പണി ചെയ്യണം, എന്നിട്ട് ഉറങ്ങണം, നിങ്ങളെ വിളിക്കണം, ഉറങ്ങണം. എത്രേ ഉള്ളൂ. ഇതന്നെ ഉറക്കം തന്നെ മെയിൻ ആയിട്ടുള്ളതിൽ. അതിന് വേണ്ടിയിട്ട് 2 ദിവസം മൊത്തം കിട്ടിയില്ലേ? നിങ്ങൾ ഇങ്ങോട്ട് വാട്ടാ. ഇനി 2 ദിവസം ഉറങ്ങണ്ട. ഇനി 2 ദിവസം ഉറങ്ങണ്ട. നിങ്ങൾ വന്നാലും ഞാൻ ഉറക്കൂല, ശല്യപ്പെടുത്തും. ഈ ഉറങ്ങണ്ട. ഞാൻ ഉറങ്ങും. അപ്പൊ പിന്നെ ഈ എങ്ങനെ എന്നെ ശല്യപ്പെടുത്തുക? ഫസ്റ്റ് നിങ്ങളെ ശല്യപ്പെടുത്തിയിട്ട് ഞാൻ സുഖമായി വേറെ റൂമിൽ പോയി കിടന്നു. അപ്പൊ പിന്നെ ഞാൻ ഉറങ്ങൂല്ലേ? അതാ പറയുന്ന എനക്ക് ബുദ്ധിയില്ല എന്ന് ആവശ്യം. ഞാൻ ഉമ്മാനെ ഓർമ്മിരുത്തും അവിടെ. എനക്ക് വേണ്ടി ഞാനൊരു സാധനം കൊണ്ടുവരുന്നുണ്ട്. അതെന്തുവാ? എനക്ക് ബുദ്ധി വരാൻ വേണ്ടിട്ട് നല്ല ബെസ്റ്റ് സാധനമാണ്, പെട്ടെന്ന് ബുദ്ധി വളരുന്നു. അതിനെക്കാട്ടി നല്ലത് നിങ്ങളെ പെങ്ങളെ കൊടുക്ക്. അല്ല, 5 വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധിയുള്ളവർ പെട്ടെന്ന് 30 വയസ്സുള്ളവർ ബുദ്ധിയാവുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എനക്ക് ഇത്തിരി ഒന്ന് പരീക്ഷിക്കാം. നിങ്ങൾ തന്നെ കുടിച്ചെന്നിട്ട് ഞാൻ പരീക്ഷിക്കാം. എങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് 2 കഴിക്കാം. എനക്ക് തോനെയും കഴിക്കണം, കാരണം എന്റെ ബുദ്ധി ഇപ്പൊ വിമാനമായിട്ടിരിക്കോ. ആണോ? എന്തേ ഒന്നും പറയല്ലേ? ഒന്നും പറയാല്ല. ഈ വളിച്ച കൊമ്മടി കേട്ടിട്ടേ കൊറേ നാളായി. അതെനിക്കറിയാടോ, 2 ദിവസം വിളിക്കാതിരിക്കുമ്പോ പലതും തോന്നും. ഇനി കുറച്ച് കഴിയട്ടെ, ശരിയാക്കുന്നുണ്ട്. ശരിയാക്കിട്ടാ. ആയിക്കോട്ടെ.